നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ തിരുവനന്തപുരം നെടുമങ്ങാട് സെന്റർ റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ TN ലീലാമ്മ സന്ദർശിച്ചു. നെടുമങ്ങാട് കൊക്കോതമംഗലം സ്വദേശിയായ അവർ സർവീസ് കാലത്തും ശേഷവും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവം. നെടുമങ്ങാട് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ കണ്ടറിഞ്ഞ അവർ വിവിധ സേവനങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി. സെന്റർ ഭാരവാഹികളായ അശോക് കുമാർ, പുളിമൂട്ടിലുണ്ണി, ഗോപകുമാർ, ഫിസിയോതെറാപ്പിസ്റ്റ് നന്ദിത, സിസ്റ്റർ ചിന്നു എന്നിവർ പ്രവർത്തനങ്ങളെപ്പറ്റി വിശദീകരിച്ചു. നെടുമങ്ങാട് സെന്ററിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരണവും മറ്റു സഹായങ്ങളും വാഗ്ദാനം ചെയ്താണ് അവർ മടങ്ങിയത്. ബുധനാഴ്ചകളിൽ ആൽഫ നടത്തിവരാറുള്ള പാലിയേറ്റീവ് കെയർ ഓൺലൈൻ പരിശീലന ക്ലാസ് ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നതല്ലെന്ന് ആൽഫ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു അറിയിച്ചു. അടുത്ത ബുധനാഴ്ച രാത്രി 8 മണിക്ക് ക്ലാസ് തുടരും. ആൽഫ എടത്തുരുത്തി സെന്ററിന്റെ അവലോകന യോഗം ഏപ്രിൽ 22 ചൊവ്വാഴ്ച വൈകിട്ട് 4-ന് സെന്ററിൽ ചേരും. ആൽഫ നടത്തിവരുന്ന പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ലക്ഷ്യം നേടുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതിനും ഒപ്പം സെന്റർ പ്രവർത്തിപ്പിക്കുന്നതിന് കൂടുതൽ സൗകര്യങ്ങളുള്ള സ്ഥലം കണ്ടെത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യാനുമാണ് യോഗം വിളിച്ചിട്ടുള്ളതെന്ന് പ്രസിഡന്റ് പ്രതാപൻ മേനോൻ, സെക്രട്ടറി അബ്ദുൽ ജബ്ബാർ എന്നിവർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.